മറ്റൊരു സിനിമാറ്റിക് ലാംഗ്വേജിലൊക്കെ നോക്കുമ്പോൾ ശരിയാണ്, പാട്ടുപാടി അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു കാലം കഴിഞ്ഞ ആർക്കും പറ്റുന്ന ഭാഗ്യമല്ല. 20കൾ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നടക്കുമോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ലീഡ് ക്യാരക്ടേഴ്സ് എപ്പോഴും ഒരു 20s യങ്സ്റ്റേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു സംഭവമാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് പക്ഷെ അതും അങ്ങനത്തെ സിനിമകൾ മാറിയല്ലോ. ഇപ്പോഴത്തെ പാട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ആ കാലം മാറുന്ന അനുസരിച്ചിട്ടുണ്ടാവുന്ന കുറേ മാറ്റങ്ങളുടെ ഒരു സംഭവം. അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് കേൾക്കാൻ ഇമ്പമുള്ള, മനസ്സിൽ ഓർത്ത് വെക്കുന്ന പാട്ടുകൾ തരുന്ന കുറച്ച് സിനിമകൾ. പിന്നെ അത് റിലേറ്റ് ചെയ്യുന്ന ഓഡിയൻസും ഉണ്ട്. ഇപ്പം എനിക്കും സൗമ്യക്കും ഇഷ്ടമാകുന്ന പാട്ടുകൾ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമാവണം എന്നില്ല, അല്ലെ, എൻ്റെ പേരൻസിന് ഇഷ്ടമാവണം എന്നില്ല. അവർക്ക് അവരുടേതായ കാലഘട്ടങ്ങളിലുള്ള സംഗീതമാണ് അവർക്കിഷ്ടം. സോ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാതരം സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അവരുടേതായ കംഫേർട്ട് കിട്ടുന്ന രീതിയിലുള്ള മ്യൂസിക് ഉണ്ട്. നമ്മൾ പാട്ടിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ്ലി ഒരു സിനിമാ കുടുംബം എന്ന് പറയുന്നുണ്ടെങ്കിലും മ്യൂസിക് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗം തന്നെയാണ്. എല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാണ്. മോള് പ്രത്യേകിച്ച് പ്രാർത്ഥന ഇപ്പോൾ റീസെന്റ് പാടിയതും കൂടി ഭയങ്കര ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, പെരിയോനെയൊക്കെ പാടിയതും. സോ ഈ ഒരു ജനറേഷന്റെ കാര്യം കൂടി ഞാൻ പറയുകയാണ് എൻ്റെ ഇടയിൽ കണക്ട് ചെയ്തിട്ട്. ഒരു ആക്ടർ ഫാമിലിയിൽ വളരെ സീനിയർ ആയിട്ടുള്ള മലയാളത്തിലെ വൺ ഓഫ് ദി പവർഫുൾ ആക്ടർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പവർഫുൾ ലേഡി എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം സിനിമയിലേക്ക് വരുമ്പം ശരിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എന്നറിയപ്പെടേണ്ട ഒരു രീതിയിൽ നിന്ന് മാറി നിങ്ങൾ ഓരോരുത്തരും, ആ ഫാമിലിയിലുള്ള ഓരോ വ്യക്തിയും, മല്ലികാമ്മ തൊട്ട് നച്ചു വരെ അവരുടേതായ രീതിയിൽ ഐഡൻറ്റിറ്റി ഉണ്ടാക്കി വന്ന ആൾക്കാരാണ്. സോ ആ ഒരു ജനറേഷൻ ആർട്ടലുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് അറിയില്ലല്ലോ. അതൊരു അനുഗ്രഹം തന്നെയാണ്. ടു ബി ടാലൻറ്റഡ്, എല്ലാവരുടെയും കയ്യിൽ ടാലൻറ്റ് ഉണ്ട്. നമ്മളിപ്പം ഐ ജസ്റ്റ് ഫീൽ ദറ്റ് നമ്മുടെ എല്ലാവരുടെ കയ്യിലും ദൈവം ആവശ്യത്തിലേറെ കഴിവുകൾ കൊടുത്ത് അനുഗ്രഹിച്ച് തന്നെയാണ് വിട്ടിരിക്കുന്നത്. ഐ മീൻ വി ഓൾ ഹാവ് സംതിങ് ഓർ ദി അതർ ഹാപ്പനിങ് ഇൻസൈഡ് അസ്. ഓക്കെ, പിന്നെ അപ്പം അത് പക്ഷെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാഹചര്യം, പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം, അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വർക്ക് ചെയ്ത് വളരാനുള്ള ഒരു സാഹചര്യം, ഇതെല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുക. പിന്നെ തീർച്ചയായിട്ടും എൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം പറയുകയാണെങ്കിൽ സാധാരണ കുടുംബം പോലെ തന്നെയാണ് നമ്മൾ. പക്ഷെ ഓൾറെഡി സിനിമ ഫീൽഡിലാവുന്നത് കൊണ്ട് ഒരു സ്പോട്ട്ലൈറ്റിൻ്റെ കീഴിലാവുന്ന പോലെയാണ് ജീവിതം. അപ്പോൾ ചെറുതാണെങ്കിലും അത് മാഗ്നിഫൈഡ് ആയിട്ട് കാണിക്കപ്പെടും. ഇപ്പം സാധാരണമായി പാടുന്നതാണെങ്കിൽ പോലും അത് മാഗ്നിഫൈഡ് ചെയ്ത് അതിൻ്റെ ഒരു റീച്ച് കൂടും, അങ്ങനത്തെ പരിപാടി ഉണ്ടാവും. അപ്പോൾ അതിൽ ക്യാരീഡ് ആവാതെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് അവനവൻ്റെ വഴി കണ്ടെത്തുക എന്നുള്ള രീതിയിൽ നമുക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഈ ഈസിയാണ്, നമ്മുടെ ക്യാരീഡ് അവേ ആവാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്കൊരു ബാധ്യതയാവാനും ഭയങ്കര എളുപ്പമാണ്. കാരണം ഈ എന്താ പറയുക, ഇതിൻ്റെ ഈ മീഡിയയുടെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അതിനെ കരുതുന്നത്. കാരണം ആ ഒരു റെസ്പോൺസിബിലിറ്റിയോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടെ ഒരു രീതിയിലും ക്യാരിഡ് അവേ ആവാതെ അതിലേക്ക് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളോട് പറയാനുള്ളത്. പിന്നെ ടാലൻറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ഇവൻച്വലി സമയമേ പ്രൂവ് ചെയ്യുള്ളൂ. കാരണം ടാലൻറ്റ് കൊണ്ട് മാത്രം നമ്മൾ ഒരിടത്തും എത്തില്ല. ആ ടാലൻറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു, ആ ഹാർഡ് വർക്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഔട്ട്പുട്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ള ഒരു യാത്രയിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. ബാക്കി ടാലൻറ്റഡ്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ടാലൻറ്റഡ് ആണ്. അന്ന് ഇവിടെ ആരാണ് ടാലന്റ്? ലുക്ക് അറ്റ് യു, there is some talent or the other in everyone else, alle. So I think I'm blessed, I'm really blessed that way, that കുട്ടികൾക്ക് പാടാൻ പറ്റും, കുട്ടികൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ they will have something of their own. ഇത് തന്നെ ആവണം എന്നില്ലല്ലോ. പക്ഷെ എപ്പോഴെങ്കിലും ഒരു ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ മൂവീസിലേക്കുള്ള? ആക്ടിങ് എന്ന് സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും മൂവീസിലേക്കാണ് ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടോ അവരെപ്പോഴെങ്കിലും? അതിപ്പോ
അറിയില്ല. കുട്ടികൾ പാടും, ഡാൻസ് കളിക്കും, പിന്നെ അവർ കാണുമ്പോൾ അച്ഛനും പാടും, അമ്മയും പാടും. അവർ അച്ഛൻ അഭിനയിക്കുന്നു, അമ്മ അഭിനയിക്കുന്നു, അമ്മമ്മ അഭിനയിക്കുന്നു, കൊച്ചച്ഛൻ അഭിനയിക്കുന്നു. എല്ലാവരും ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അവർ വിചാരിക്കുന്നത് ഇതാണ് ലൈഫ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായതല്ല, നമ്മൾ നോർമൽ അല്ല, ചുറ്റും ആൾക്കാരൊക്കെയാണല്ലോ. ബട്ട് യാ ദ തിങ് ഈസ്, അറിയില്ലാന്നേ അത്. ഈ ഒരു സ്റ്റേജ് കുറെ വർഷങ്ങൾക്ക് മുന്നേ താങ്കൾ ഫേസ് ചെയ്തിട്ടുള്ളതല്ലേ? കാരണം ആസ് എ ഡാൻസർ ആണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡാൻസിങ്, അത് മോഡലിംഗ്, ടി വി, സിനിമ ഓർ സിനിമ ടി വി, സിനിമ. ഓക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ എവിടേക്ക് പോകണം. കാരണം എല്ലാ ഭാഗത്തേക്ക് പോയാലും നമുക്ക് അവിടെ സക്സസ് ഉണ്ട്, നമുക്ക് വലിയൊരു കരിയർ ഇനി അങ്ങോട്ട് ഗ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്നും ഇങ്ങനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ടഫ് ആയിട്ടുള്ളൊരു പ്രശ്നമായിരുന്നില്ലേ? എനിക്കൊന്നും എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. കാരണം എന്താ അറിയോ, എനിക്ക് അത് അറിയില്ലല്ലോ. ഇത് പ്രാർത്ഥനയുടെ കാര്യം പോലെയല്ല. പ്രാർത്ഥനയൊക്കെ ആകുമ്പോഴത്തേക്കും പാവം നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവർക്ക് ആ ഒരു മറ്റേ സ്വോട് തലയിൽ ഹാങ്ങിട പോലെ ഇത് ചെയ്താൽ പ്രശ്നമാവോ, ഇത് ചെയ്താൽ പ്രശ്നമാവോ, ഇത് ചെയ്താൽ പ്രശ്നം ഉണ്ടാവോ. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡാൻസ് പഠിച്ചിട്ടാണ് മീഡിയ അല്ലെങ്കിൽ എക്സ്പോഷർ, എനിക്ക് പുറം ലോകമായിട്ടുള്ള എക്സ്പോഷർ എനിക്ക് നൃത്തത്തിലൂടെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പിന്നെ അവിടെ നിന്നാണ് മോഡലിംഗ്, നൃത്തത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ സ്കോളർഷിപ്പ് മോഹിനിയാട്ടത്തിന് എനിക്ക് 2 പ്രാവശ്യം അടുപ്പിച്ച് കിട്ടുകയുണ്ടായി. അപ്പം ആ സമയത്ത് ഉണ്ടാവുന്ന യാത്രയിലൂടെ വരുന്ന എക്സ്പോഷറിലൂടെയാണ് ഞാൻ പിന്നെ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ചെറിയ സ്ക്രീനിൽ സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുന്ന സമയത്ത് പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ വർഷം. ഈ സാറ്റലൈറ്റ് ചാനൽ ലോഞ്ച് ചെയ്യുന്ന ആ ദിവസം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ആഴ്ച, ആ ഫ്രഷ് ലോട്ട് കയറിയ ഗ്രൂപ്പിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് തുടങ്ങി. പിന്നെ സിനിമ. അപ്പോൾ എനിക്കൊരു ഓർഗാനിക് ആയിട്ടുള്ള ഈ ഒരു വഴി കാണിച്ചു തരിക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാരണം എല്ലാം പുതിയതായിട്ട് വന്ന് ഭവിക്കുകയും അത് എനിക്കും പുതിയതാണ്. അപ്പോൾ നടന്നിരുന്ന സാഹചര്യവും അതിന് എല്ലാം അതിനോട്ടുള്ള അക്സെപ്റ്റൻസും അത്രയും ഫ്രഷ് ആയിരുന്നു. നമുക്ക് ആ വഴിയൊക്കെ ചൂസ് ചെയ്ത് പരീക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യം, അതാണ് ഫ്രീഡം ടു മേക്ക് എ ഡിസിഷൻ. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെനിക്ക് പിന്നെ കാര്യം ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ചോയ്സ് എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിലൊരു മാറ്റം ഒന്നും വന്നിട്ടില്ല. അതിപ്പോൾ ഇന്നാണെങ്കിലും കാലം മാറിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു ചോയ്സ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്കുള്ള വഴി നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. എവറിത്തിങ് സ്റ്റാർട്ട്സ് ഇൻ ദാറ്റ് ചോയ്സ് നമ്മുടേതാവണം. ഇപ്പം എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ അതിനുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വന്ന് ഭവിച്ചത്. അപ്പം ആ സ്വാതന്ത്ര്യം കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്.